ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സന്യാസി സഭയായ ജൂന അഖാഡ, ഏകദേശം 10 ലക്ഷത്തോളം വരുന്ന സന്യാസിമാർ ഉള്ള ലോകത്തിലെ ഏറ്റവും വലിയ സന്യാസി സംഘടനയാണ് ജൂന അഖാഡ. ദക്ഷിണേന്ത്യയിൽ അതിന്റെ പ്രവർത്തനം ഇതുവരെ ഉണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം പ്രയാഗ്രാജിൽ നടന്ന കുംഭമേളയില് 13 അഖാഡകളാണ് കുംഭമേള സംഘടിപ്പിക്കുന്നത്. അതിൽ 7 അഖാഡകൾ നാഗ സമ്പ്രദായത്തിൽപ്പെട്ട അഖാഡകളും, അതായത് ഭൈരവ അഖാഡ എന്ന് പറയും ശൈവ സമ്പ്രദായത്തില്, 3 അഖാഡകൾ വൈഷ്ണവ, 3 അഖാഡകൾ സിഖ് സമ്പ്രദായത്തിലും, അങ്ങനെ 13 അഖാഡകളാണ് ഉള്ളത്. അതിൽ ഏറ്റവും വലിയ അഖാഡയാണ് ജുന അഖാഡ. കുംഭമേളയിലെ ആദ്യത്തെ സ്നാനം പോലും ജുന അഖാഡയിലെ സന്യാസിമാർക്കുള്ളതാണ്. ആ ജുന അഖാഡയുടെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ മഹാമണ്ഡലേശ്വരായി അവരോധിക്കപ്പെട്ടിരിക്കുന്നത് ഒരു മലയാളിയും അതുപോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന ഒരു ജേർണലിസ്റ്റും കൂടിയായിട്ടുള്ള സ്വാമി ആനന്ദവനം ഭാരതി എന്ന തൃശ്ശൂർക്കാരനായ ഒരാളാണ് മഹാമണ്ഡലേശ്വരായിട്ട്. വെറും മണ്ഡലേശ്വരല്ല, അപ്പം ആചാര്യയുണ്ട്, അതിനു മുകളിൽ മഹന്തുണ്ട്, അതിനു മുകളിൽ മണ്ഡലേശ്വരുണ്ട്, അതിനു മുകളിലാണ് മഹാമണ്ഡലേശ്വർ. മഹാമണ്ഡലേശ്വർ എന്ന് പറഞ്ഞാൽ സന്യാസിമാർക്ക് ഉപദേശങ്ങൾ നൽകുന്ന ആളാണ്. അങ്ങനെ ഒരാളെ, നമ്മുടെ മലയാളിയായ ഒരാളെ നമുക്ക് ഈ ജുന അഖാഡയുടെ ദക്ഷിണേന്ത്യൻ, പ്രത്യേകിച്ച് കേരളത്തിലെ പ്രചരണത്തിന് വേണ്ടി, പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ലഭിച്ചത് വലിയ സന്തോഷമുളവാക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ കേരളത്തിലെ പ്രവർത്തനം ഇന്നലെ തൃശ്ശൂരിലെത്തി. ഇന്ന് തൃശ്ശൂരില് മഹാസമ്മേളനത്തോടു കൂടിയ സ്വീകരണ പരിപാടി ഇന്ന് നടക്കുന്നു. നാളെ തിരുവനന്തപുരത്ത് എത്തുകയും 21-ാം തീയതി വൈകിട്ട് 5 മണിക്ക് കോട്ടയ്ക്കകത്തുള്ള ലെവി ഹാളിൽ ഈ തിരുവനന്തപുരത്തെ പ്രമുഖ സന്യാസി മഠങ്ങളിലെ മഠാധിപതികൾ അവരുടെ സാന്നിധ്യത്തിൽ നമ്മുടെ ഗവർണറുടെ അതിഥികളായിട്ടാണ് അവർ എത്തുന്നത്. തന്നെ രാജ്ഭവനിലാണ് താമസിക്കുന്നത്. 22-ാം തീയതി രാവിലെ പോകുന്നത് വരെയും അവിടെയാണ് താമസിക്കുന്നത്. ഗവർണറുടെയും സാന്നിധ്യത്തിൽ ലെവി ഹാളിൽ വെച്ച് സ്വീകരണം നൽകുകയാണ്. ഇത് നമ്മുടെ കേരളത്തിന്, പ്രത്യേകിച്ച് ഞാൻ ഒരു അടിവരയിട്ട് പറയുന്നു, കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് അഭിമാനിക്കാവുന്ന ഒന്നാണ്. നമ്മുടെ ഇടയിൽ നിന്ന് ഉയരാവുന്നതിന്റെ, സന്യാസ സമൂഹത്തിൽ ഉയരാവുന്നതിന്റെ പരമോന്നത സ്ഥാനത്തെത്തിയ ആ ആചാര്യനെ എല്ലാവരും വേണ്ട ആദരവും അംഗീകാരവും കൊടുത്ത് സ്വീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ചേഞ്ചൊക്കെ വേണ്ടേ അല്ലേ നമ്മുടെ നാട്ടിൽ? നമുക്ക് ഭക്തന്മാർക്ക്, ഞാൻ പറയും, നാട് മാറുന്നു, ആചാരങ്ങൾ മാറുന്നു, അനുഷ്ഠാനങ്ങൾ മാറുന്നു. പക്ഷെ ഞാൻ ഇപ്പോഴും അമ്പലങ്ങളിൽ പോകുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത് പുതിയ തലമുറയാണ്. അവർ പരീക്ഷ പോലും അവർ അമ്പലത്തിൽ പോയിട്ടാണ് അവരെഴുതാൻ പോകുന്നത്. അതൊക്കെ അപ്പോൾ അത്രയും അടിയുറച്ച ഭക്തി ഉള്ളിലുണ്ട്. പക്ഷെ എന്നിട്ടും നമ്മുടെ നാട് പലതരത്തിലും മാറുകയാണ്. അതിനൊക്കെ നമുക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ്, അല്ലെങ്കിൽ ഒരു എന്താ പറയണ്ട, ആധ്യാത്മികമായ ഒരു കണ്ണു തുറക്കൽ വേണം. അതിന് ഇത് അങ്ങേയറ്റം നമ്മുടെ ഭാഗ്യമാണ് ഇങ്ങനെ ഒരു അവസരം നമുക്ക് കൈവന്നിരിക്കുന്നത്. നമ്മൾ പ്രയാഗ്രാജിൽ പോകാൻ പറ്റാത്തവരും ഒക്കെ പലരും ഉണ്ട്. അപ്പൊ അവരൊക്കെ ഈ മഹാമണ്ഡലേശ്വർ അഖാഡ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കതൊക്കെ ഒരു പുതുമയുള്ള കാര്യമാണ്. പക്ഷേ അതും നമുക്ക് വളരെ അടുത്ത്, നമ്മുടെ കയ്യെത്താവുന്ന ദൂരത്ത് എത്തിയിരിക്കുകയാണ്. അവരിപ്പോൾ തൃശ്ശൂരുണ്ട്, അവരിങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. 21-ാം തീയതി വൈകുന്നേരം ലെവി ഹാളിൽ 5 മണിക്ക് നമ്മളെല്ലാവരും അവരെ ആദരിക്കാനും അവരെ വരവേൽക്കാനുമായിട്ട് ഒത്തുകൂടണം എന്നുള്ളത് ഒരു പ്രാർത്ഥനയാണ്. ദയവായി എല്ലാവരും അതിന് മാക്സിമം നമ്മൾ അനുഗ്രഹിക്കുക, സപ്പോർട്ട് ചെയ്യുക. തൃശ്ശൂരിൽ സംഘടിപ്പിച്ച സമ്മേളനവും സ്വീകരണവും
വിശ്വനാഥ ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനത്താണ് സംഘടിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. അതിന് അനുമതി തേടി. അത് 18-ാം തീയതി ആയിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. ദേവസ്വം ബോർഡ് തന്നെ പറഞ്ഞ് 18-ാം തീയതി കലശം നടക്കുന്നത് കൊണ്ട് അത് പ്രയാസമാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് 19-ാം തീയതിയിലേക്ക് ദിവസം മാറ്റിവെച്ച് അപേക്ഷ കൊടുത്തതും. ഇന്നലെ സ്റ്റേജിന്റെ പണിക്കായി ആൾക്കാർ ചെന്നപ്പോൾ ദേവസ്വം ബോർഡിന്റെ പ്രതിനിധി പറഞ്ഞു പറ്റില്ല, അനുമതി വാങ്ങിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ നമുക്ക് അവസാന നിമിഷത്തിൽ യാതൊരു കാരണവുമില്ലാതെയാണ് അനുമതി വാങ്ങിയ പരിപാടിയാണ് മാറ്റിവെച്ചത്. ഒരു രാഷ്ട്രീയത്തിന്റെയും രാഷ്ട്രീയ പാർട്ടിയുടെയും, ഇതിനകത്ത് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും BJP-ക്കാരും രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഇതിലുണ്ട്. രാഷ്ട്രീയത്തിന്റെ ഒരു പശ്ചാത്തലവുമില്ല. അത്തരത്തിലുള്ള നടപടികൾ നടക്കുമ്പോൾ നമുക്ക് വളരെ വിഷമമുണ്ട്. കാരണം എല്ലാവർക്കും അവരവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ അവകാശമുള്ള ഈ നാട്ടിലാണ്. അത് ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ്. എന്തായാലും തിരുവനന്തപുരത്ത് അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് കരുതുന്നു. എന്തായാലും മീഡിയയുടെ പൂർണ്ണമായ ഒരു സപ്പോർട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് ദയവായി എല്ലാവരും അതിനുവേണ്ടി ഒന്ന് സഹകരിക്കണം എന്ന് വിനീതമായിട്ട് തന്നെ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും എല്ലാം അടിവരയിട്ട് കാണിക്കുന്ന അതിന്റെ ഒരു പ്രതീകമാണ് ഇന്ന് ഞാനിവിടെ ഇരിക്കുന്നത്. ഞാനൊരു വീട്ടമ്മയാണ്, ഒരു ഭക്തയാണ്, ജന്മനാൽ തന്നെ ഭക്തിയിൽ സമർപ്പിച്ച് ജീവിക്കുന്ന ഒരാളാണ്. ഞാനാണ്. എൻ്റെ ഫുൾ സപ്പോർട്ട് ഈ നന്മയ്ക്ക് വേണ്ടി ഞാനും ഉതകുന്നുണ്ട്.